പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷീബ ബെൻസൺ ആൻറ്റിയാണ്. ആ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ വചനത്തിലേക്ക് തിരിയുകയാണ്. കർത്താവെ, ഞങ്ങൾ പ്രിയ ഷീബ ബെൻസൺ ആൻറ്റിയെയും ഫാമിലിയെയും കർത്താവെ തിരുക്കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മുഖാന്തരമായി തീർന്ന പ്രിയ ആൻറ്റിയും ഫാമിലിയും കർത്താവെ നീ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, ഹല്ലേലൂയ. അങ്ങയുടെ സർവ്വ ബ്ലെസ്സിങ്ങുകൾ കൊണ്ടും ആ ഫാമിലിയെ കർത്താവ് ഇപ്പോൾ മൂടുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വം കൊണ്ട്, അങ്ങയുടെ ഗ്ലോറി കൊണ്ട് കർത്താവ് ഇപ്പോൾ തന്നെ പ്രിയ ആൻറ്റിയെ അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രിയ കുടുംബത്തെ അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഇന്നത്തെ ദിവസത്തിന് ശേഷം ഒരു വലിയ അഭിവൃദ്ധി, ഒരു വലിയ ആത്മീയ വർധനവ്, കർത്താവെ ഒരു വലിയ ഉയർച്ച അവരുടെ ലൈഫിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരെ മഹത്വമാക്കുന്നതിനായി സ്തോത്രം. അവരുടെ കുഞ്ഞുങ്ങളെ ദൈവം ബ്ലസ് ചെയ്യുന്നതിനായി സ്തോത്രം. അവരുടെ ബിസിനസ്സിനെയും ജോലിയെയും നീ ബ്ലസ് ചെയ്തതിനായി സ്തോത്രം. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഗ്ലോറി ഫെസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് അതിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചത് ഗ്ലോറിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ. അതിൻ്റെ തുടർമാനമായ ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഗ്ലോറിയെക്കുറിച്ച് പഠിച്ചു. ഒപ്പം തന്നെ 3 തലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ഫെയ്ത്ത് റലം ഉണ്ടെന്ന് പഠിച്ചു, ഒരു അനോയിൻറ്റിങ് റലം ഉണ്ടെന്ന് പഠിച്ചു, മൂന്നാമതായി ഒരു ഗ്ലോറി റലം ഉണ്ടെന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മാക്സിമം 2 റലമേ ഉള്ളൂ. ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം ഒരു ഫെയ്ത്ത് റലമുണ്ട്, ഒരു അനോയിൻറ്റിങ് റലമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒരു വിശ്വാസത്തിൻ്റെ തലമുണ്ട്, ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അതുകൊണ്ട് തൃപ്തരാകുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ദൈവം നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തലം ഗ്ലോറിയുടെ തലമാണ്. മഹത്വത്തിൻ്റെ തലമാണ്. അവൻ്റെ മഹത്വത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു തലമാണ്. അവൻ്റെ മഹത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങളെ അണിയിച്ചൊരുക്കുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മത്തായി 17:1 മുതൽ വായിക്കുമ്പോൾ 3 ശിഷ്യന്മാരെയും കൊണ്ട് യേശു ഒരു മല കയറുന്നതായിട്ട് നമുക്ക് കാണാം. ബാക്കിയുള്ള 9 ശിഷ്യന്മാർ താഴെ നിൽപ്പുണ്ട് അനോയിൻറ്റിങ് റലത്തിൽ. അതിനു പുറകിൽ ഒരു ക്രൗഡ് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അതിന് പുറകിൽ ഒരു പുരുഷാരം നിൽപ്പുണ്ട് ഫെയ്ത്ത് റലത്തിൽ. ഇന്ന് ആ സന്ദർഭം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ആശയങ്ങളെ ഒന്നുകൂടെ വിശദീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി അതിൻ്റെ 17-ാം അധ്യായം 1 മുതൽ വായിക്കാം. After 6 days, Jesus took with him Peter, James and John, the brother of James, and led them up a high mountain. ആരാണ് ഗ്ലോറി കയറുന്നതെന്നറിയോ? ഒരു ഉയർന്ന തലം പ്രതീക്ഷിക്കുന്നവർ. ഹല്ലേലൂയ. യേശുവിനോടൊപ്പം ഒരു ഉയർന്ന തലത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ. ഹല്ലേലൂയ. അവരാണ് ഗ്ലോറി അനുഭവിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ഈ മൂവരെയും കൊണ്ട് ഒരു ഉയർന്ന മല കയറി. ഇന്ന് ആരൊക്കെ ഒരു ഉയർന്ന മല കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആത്മാവിൽ ആത്മീയതയിൽ നിങ്ങളായിരിക്കുന്ന ഈ തട്ടു പോരാ എന്നൊരു അതൃപ്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം. നിങ്ങൾ ഒരു ഉയർന്ന മല കയറാൻ പോകുകയാണ്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന സഭാതലങ്ങളിൽ കേട്ടിരിക്കുന്നതൊക്കെ മാക്സിമം ഒരു അഭിഷേകത്തിൻ്റെ തലമായിരിക്കാം. പക്ഷേ ഇന്ന് ദൈവം നിങ്ങളുടെ ആ തൃപ്തിയെ, ആ ആത്മാവിലുള്ള ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെ കണ്ട് മാനിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ മെസ്സേജ് എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളെ ദൈവം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന തലം ഒരു ഗ്ലോറിയുടെ തലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും.
പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരെയും കൊണ്ട് ദൈവം യേശു ഗ്ലോറി കാണിക്കാൻ കയറുകയാണ്. ഹല്ലേലൂയ. ബാക്കി 9 പേർ ഒന്നിനും കൊള്ളാത്തവരാണോ? അല്ല. ബാക്കി 9 പേര് താഴ്വരയിൽ ആമേൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മേൽ ദൈവം ചിലതിനെ കൈമാറിയിട്ടുണ്ട്. ഒരു അഭിഷേകത്തെ ദൈവം കൈമാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവർ അനോയിന്റിങ് റലത്തിൽ അവിടെ താഴെ നിൽക്കുകയാണ്. പക്ഷേ ഈ കൊതിയന്മാരെയും കൊണ്ട്, ഈ 3 കൊതിയന്മാരെയും കൊണ്ട് കർത്താവ് ആമേൻ അടുത്ത തലം കാണിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു മലയുടെ മുകളിലേക്ക് ഗ്ലോറി റലം, അതിൻ്റെ താഴെ 9 പേര് അനോയിന്റിങ് റലത്തിൽ നിൽപ്പുണ്ട്. അതിൻ്റെ പുറകിൽ പുരുഷാരം നിൽപ്പുണ്ട് ഫെയ്ത്ത് റലത്തിൽ. അവർക്ക് ഒരു കാര്യമേ അറിയത്തുള്ളൂ, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അലറുവാൻ, അല്ലെങ്കിൽ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുവാൻ, ദൈവമേ നിനക്ക് മനസ്സലിവുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കണമേ. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് ആമേൻ പുരുഷാരത്തിൻ്റെ തലത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ. അവർക്ക് ദൈവം മർമ്മങ്ങളെ ഒന്നും പങ്കുവെച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. സീക്രട്ടുകളെ ഒന്നും അവർക്ക് പങ്കുവെച്ചു കൊടുത്തില്ല. അവർ ആമേൻ ഈ അത്ഭുതത്തിൻ്റെയും ഈ അടയാളത്തിൻ്റെയും ഈ അപ്പം വർദ്ധിക്കുന്നതിൻ്റെയും ഒക്കെ ആന്തരികമായ സീക്രട്ട് ഇവരാരും കണ്ടില്ല. ആ സീക്രട്ട് കണ്ടത് ഈ ഉയർന്ന മല കയറിയ ഗ്ലോറിക്കാരാണ്. ആമേൻ. പുരുഷാരം അപ്പം വർദ്ധിക്കുന്നതേ കണ്ടുള്ളൂ, അപ്പം വർദ്ധിച്ചതിന്റെ സീക്രട്ട് അറിഞ്ഞില്ല. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ ഇവർക്ക് വരം ലഭിച്ചു, പുരുഷാരത്തിനോ ലഭിച്ചില്ല. അവർക്ക് ഉപമകളായി ലഭിച്ചു. പക്ഷേ ശിഷ്യന്മാർക്ക് ദൈവം അതിൻ്റെ സീക്രട്ടുകളെ ആമേൻ കാണിച്ചു കൊടുത്തു. അതിൻ്റെ 9 പേർക്ക് ഒരു സീക്രട്ട് ലെവൽ അറിയാം, ഇതിലൊരു അഭിഷേകം ഉണ്ടെന്നറിയാം. പക്ഷെ അടുത്ത 3 പേർക്ക് കുറച്ചുകൂടെ അറിയാം, ഇതിൻ്റെ പുറകിലൊരു ഗ്ലോറി ഉണ്ടെന്നറിയാം. ആരാണ് ആ 3 പേർ? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവർ താഴെക്കിടയിൽ ഒതുങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല, അവർ ഗ്ലോറി പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഇന്ന് ഗ്ലോറി റലത്തിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ ഹല്ലേലൂയ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ക്വാളിറ്റികൾ നിങ്ങളൊന്ന് പഠിച്ചാൽ മതി. ഹല്ലേലൂയ. പത്രോസിനെ ഞാൻ പഠിച്ചപ്പോൾ എപ്പോഴും അവനൊരു ആർത്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരു അത്ഭുതം ചെയ്യണമെങ്കിൽ അവൻ പറയും ഞാൻ ആദ്യം എടുത്ത് ചാടാം. ഒരു വെളിപ്പാട് പറയണമെങ്കിൽ അവൻ ആദ്യം പറയും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെയുള്ള ആത്മീയ തീക്ഷ്ണതയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലോറിയിൽ കയറുവാൻ പ്രാപ്തരായ വ്യക്തികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ പത്രോസ് പറയും എനിക്കിറങ്ങണം ആദ്യം. ഹല്ലേലൂയ. ഒരു വെളിപ്പാട് പറയണമെങ്കിൽ പത്രോസ് പറയും ഞാൻ ആദ്യം പറയാം. ഇങ്ങനെ ആദ്യം പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? യേശുവിന് വേണ്ടി മുന്നിൽ ഓടുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കേ ഗ്ലോറി പിടിക്കാൻ പറ്റൂ. കാരണം ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന തലം അത്ര ഉയർന്നതാണ്. ഇതിന് ഉയർന്ന മല കയറണം. ചിലർക്ക് താഴ്വരെ പോലും നിൽക്കാൻ താല്പര്യമില്ല, ചിലർക്ക് സൺഡേ ചർച്ചിൽ പോലും വരാൻ താല്പര്യമില്ല. നിങ്ങൾക്കുള്ളതല്ല ഗ്ലോറി. ഹല്ലേലൂയ. എപ്പോഴും യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ആദ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു കൊതിയുണ്ടോ? നിങ്ങൾക്കുള്ളതാണ് ഈ മെസ്സേജ്. ഹല്ലേലൂയ. നിങ്ങളെ ഒരു 3-ാം തട്ടിലേക്ക്, ഒരു ഉയർന്ന തട്ടിലേക്ക്, 3-ാം സ്വർഗത്തോളം കയറ്റി എന്ന് പറയുന്ന പോലെ ഒരു ഹയർ തലത്തിലേക്ക് ദൈവം കയറ്റാൻ പോകുകയാണ്. അടുത്ത 2 പേർ അവിടെ ഉണ്ട് കേട്ടോ. ആരൊക്കെയാണത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബും യോഹന്നാനും. ഹല്ലേലൂയ. അവരെ ഞാനൊന്ന് പഠിച്ചു കേട്ടോ. ആമേൻ. മത്തായി 20:20 തൊട്ട് ഒരു കാര്യം കാണാം. യാക്കോബിനെ കുറിച്ചും യോഹന്നാനെ കുറിച്ചും ഒരു കാര്യം കാണാം. അതാണ് അവരെ ഗ്ലോറിയിൽ എത്തിച്ചത്. ഹല്ലേലൂയ. ഞാൻ അതൊന്ന് വായിക്കാം. Then the mother of Zebedee's sons came to Jesus with her sons and kneeling down asked a favor of him. What is it you want? She said, grant that one of these 2 sons of mine may sit at your right and the other at your left in your kingdom. എൻ്റെ മക്കളിൽ ഒരുവൻ നിന്റെ ഇടത്തും മറ്റൊരുത്തൻ നിന്റെ വലത്തും ഇരിക്കേണ്ടതിന് ഇവർക്ക് കൃപ കൊടുക്കണം. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു ആർത്തിപ്പണ്ടാരങ്ങളായിരുന്നു. ഹല്ലേലൂയ. ഇവർക്ക് പൂർണ്ണമായിട്ട് ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടൊന്നും ഇല്ലേലും ഇവരമ്മയെ കൊണ്ട് ആമേൻ റിക്വസ്റ്റ് അടുപ്പിച്ചേക്കുക യേശുവിൻ്റെ അടുക്കൽ. എനിക്ക് യേശുവിൻ്റെ ഇടത്തും എനിക്ക് യേശുവിൻ്റെ വലത്തും ഇരിക്കണം. ഹല്ലേലൂയ. മറ്റ് ശിഷ്യന്മാരിൽ നിന്ന് ഗ്ലോറിക്കാരെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ അകത്തുള്ള തീക്ഷ്ണതയും വാഞ്ചയും, ഉയർന്ന മലകൾ കയറാനുള്ള വാഞ്ചയും ആ തീവ്രതയുമാണ്.
ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മീയ തീവ്രത ദൈവം തന്നിരിക്കുന്നു എങ്കിൽ ഓർത്തോണം, നിങ്ങളെ ദൈവം അവനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്, അവൻ്റെ ഉള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ താഴ്വരയിൽ ഇനി നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അവനിൽ ആകുക. ഹല്ലേലൂയ. നിങ്ങൾ ദൂരെ നിന്ന് ഇനി എൻ്റെ യേശുവിനെ അറിയേണ്ട കാര്യമില്ല. എൻ്റെ യേശുവിനെ നിങ്ങൾക്ക് ഓടി വന്ന് കെട്ടിപ്പിടിക്കാവുന്ന വിധത്തിൽ നിങ്ങളെ ദൈവം അടുത്തു കൊണ്ടുവരുമെന്ന് ഞാൻ പ്രവചിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഈ 2:30 മണിക്ക് എന്നെ ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എൻ്റെ യേശു തൻ്റെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കുകയാണ്. യോഹന്നാനെ കുറിച്ച് നമുക്ക് പിന്നെ അറിയാം, യേശുവിൻ്റെ മാർവിൽ ചാരിക്കിടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ഗ്ലോറി കാണിച്ചത്. ഹല്ലേലൂയ. യൂദയെ പോലെ ആമേൻ പൈസ നോക്കിക്കൊണ്ടിരിക്കുന്നവന് വല്ലതും ഗ്ലോറിയുടെ മല കയറും. അവനൊന്നും കയറത്തില്ല. അവൻ്റെ കണ്ണ് യേശുവിലല്ല, പൈസ. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഉള്ളതല്ല ഗ്ലോറി, എന്നാൽ എല്ലാവർക്കും കയറാൻ അനുവാദമുണ്ട് ഗ്ലോറിയിൽ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആത്മാവിൽ തീക്ഷ്ണതയുണ്ടോ? നിങ്ങൾക്ക് ആത്മാവിൽ ഒരു തീവ്രതയുണ്ടോ? അതോ യേശുവിന് വേണ്ടി എല്ലാ ദിവസവും സൺഡേ ഞായറാഴ്ച ഒന്ന് പോകണം, 2 മണിക്കൂർ ഒന്ന് പ്രസംഗം കേൾക്കണം, തിരിച്ചു വരണം? നോ. ആറെല്ലാം മാറ്റി പിടിച്ചാൽ നിങ്ങൾ മഹത്വത്തിലേക്ക് കയറുകയാണ്. ഹല്ലേലൂയ. മഹത്വത്തിൽ കയറിയവർ ഈ ലോകത്തിന് ദൈവത്തെ കൊടുക്കുന്നത് വേറെ വിധത്തിലായിരിക്കും. അവർ കൊടുക്കുന്ന റെവലേഷൻ ഹയർ റെവലേഷൻ ആയിരിക്കും. അവരിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ഉയർന്ന തട്ടുകളായിരിക്കും. യെസ്, പത്രോസിലും യാക്കോബിലും യോഹന്നാനിലും വ്യാപരിച്ച ഒരു ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ്റെ നിഴലെ പോലും പവർ വ്യാപരിക്കുന്ന വിധത്തിൽ ഒരു ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾക്ക് വ്യാപരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഗ്ലോറിയിലേക്ക് പ്രവേശിക്കുക, അവനിലേക്ക് ചെന്ന് ചേരുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് ഗ്ലോറി എന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇടയ്ക്കൊന്ന് സംസാരിച്ചായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 17 നിന്നാണ് ഞാനത് സംസാരിച്ചത്. ഹല്ലേലൂയ. യോഹന്നാൻ 17:22 ഞാൻ സംസാരിച്ചത്. ആ ഗ്ലോറിയുടെ ഏറ്റവും വലിയ സീക്രട്ട് 21-22 എഴുതിയിട്ടുണ്ട് കേട്ടോ. യോഹന്നാൻ 17:21-22. That all of them may be one, Father, just as you are in me and I am in you. ഞാൻ നിന്നിലും നീ എന്നിലും. അങ്ങനെ ആയിരിക്കുന്ന പോലെ 22ാം വാക്യം, I have given them the glory that you gave me, that they may be one as we are one, I in them and you in me, so that they may be brought to complete unity. എന്താ യേശു ഇവിടെ പറഞ്ഞു വരുന്നേ? യേശു പറയുക, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അവർക്ക് ഞാൻ എന്നിൽ വ്യാപരിച്ച മഹത്വം കൊടുക്കുന്നു. എങ്ങനാ ഇത് വർക്കൗട്ട് ആകുന്നത്? പിതാവേ, ഞാൻ നിന്നിലായിരിക്കുന്നത് പോലെ, നീ എന്നിലായിരിക്കുന്ന പോലെ ഇനി അവർ നമ്മളിലാകും. നമ്മൾ അവരിലാകും. അതാ ഞാൻ പറഞ്ഞത്. ഇത് ഈ ഗ്ലോറി റെലം എന്ന് പറഞ്ഞാൽ നീയും ദൈവവുമായിട്ടുള്ള ഡിസ്റ്റൻസുകളെ കട്ട് ചെയ്ത് കളയും എന്ന് പറഞ്ഞാൽ, നീ നടന്നാൽ പിന്നെ യേശു ആ നടക്കുന്നത്. നീ ലെഫ്റ്റിലോട്ട് പോയാൽ യേശു ലെഫ്റ്റിലോട്ട് അല്ല, യേശു ലെഫ്റ്റിലോട്ട് പോയാൽ നീ ലെഫ്റ്റിലോട്ട്. നീ റൈറ്റിലോട്ട് തിരിഞ്ഞാൽ യേശു റൈറ്റിലോട്ട്. തിരിച്ചും പറയാം, യേശു റൈറ്റിലോട്ട് തിരിയുമ്പോൾ നീയും റൈറ്റിലോട്ട്. നീ വാ തുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് പറയാനാണെങ്കിൽ അതേ വാക്ക് യേശു പറയുന്ന വാക്കാണ്. അല്ല, തിരിച്ചും പറയാം, യേശു പറയുന്ന അതേ വാക്കേ നിനക്ക് പറയാൻ പറ്റുള്ളൂ. നിന്റെ നിഴല് യേശുവിൻ്റെ നിഴല്, യേശുവിൻ്റെ നിഴല് നിന്റെ നിഴല്. നിന്റെ തുപ്പൽ യേശുവിൻ്റെ തുപ്പലായി മാറും. യേശുവിൻ്റെ തുപ്പൽ നിന്റേതായി മാറും. ഹല്ലേലൂയ. നിന്റെ കർച്ചീഫ് യേശുവിൻ്റെ കർച്ചീഫ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, യേശുവിൻ്റെ കർച്ചീഫ് നിന്റെ കർച്ചീഫ്. നിന്റെ റൂമാൽ യേശുവിൻ്റെത്, യേശുവിൻ്റെ റൂമാൽ നിന്റെ റൂമാൽ. നിന്റെ വസ്ത്രം യേശുവിൻ്റെ വസ്ത്രം, യേശുവിൻ്റെ വസ്ത്രം നിന്റെ. നിന്റെ പ്രസംഗം യേശുവിൻ്റെ പ്രസംഗം, യേശുവിൻ്റെ പ്രസംഗം നിന്റെ പ്രസംഗം. നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസുകളില്ല, യൂണിറ്റിയിലേക്ക് വരും. പെർഫെക്റ്റ് അലൈൻമെന്റ്. ഡിസ്റ്റൻസ് ഇല്ല. നീ അവനിൽ, അവൻ നിന്നിൽ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. ഇതിനൊരു ഉദാഹരണം ബ്രദറെ ഈ ലോകത്തിൽ എവിടെയെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉദാഹരണം ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പലവട്ടം ഇതിനുള്ളൊരു ഉദാഹരണം ചിന്തിച്ചിട്ടുണ്ട്. ഒരു പെൻഡ്രൈവ്, ഒരു കമ്പ്യൂട്ടറെ, ലാപ്ടോപ്പെ കുത്തുന്ന ഒരു ഉദാഹരണം എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല.
കാരണം എന്നാ, പെൺഡ്രൈവിൻ്റെ ഒരു അല്പം ഭാഗമേ എവിടോട്ട് കയറുന്നുള്ളൂ, ലാപ്ടോപ്പിൻ്റെ അകത്തേക്ക് കയറുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു ചാർജർ മൊബൈലിൽ കുത്തുന്ന എക്സാമ്പിൾ എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റത്തില്ല. ചാർജറിൻ്റെ ഒരു അംശമേ കയറുന്നുള്ളൂ. പക്ഷേ ഗ്ലോറി റലത്തിൽ നിന്റെ ഒരംശമല്ല അവനിലാകുന്നത്, അവൻ്റെ ഒരംശവുമല്ല നിന്നിലാകുന്നത്. നീ മുഴുവനായി അവനിലും അവൻ മുഴുവനായി നിന്നിലും. ഓ റാസ കല്ലബ്ര. പിന്നെ നീ നടന്നാൽ ആരാ നടക്കുന്നേ? യേശു. നീ നടന്നാൽ ആരാ സംസാരിക്കുന്നേ? നീ സംസാരിക്കുമ്പോൾ ആരാ സംസാരിക്കുന്നേ? നിനക്ക് വേറൊരു വിധത്തിൽ സംസാരിക്കാൻ പറ്റാതാകും. ഹല്ലേലൂയ. യേശു കരഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കലി അകത്ത് കരയും. ആ സമയം നിനക്ക് ചിരിക്കണമെന്ന് വെച്ചാൽ ചിരിക്കാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഗ്ലോറി റലം ഒരു ശ്രമമല്ല, പക്ഷെ നിന്റെ ആഗ്രഹം അതിലുണ്ടെങ്കിൽ യേശു നിന്നിൽ വന്ന് നിന്നെ ആ ഗ്ലോറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ളവർ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ പൊളിയട്ടെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ദൈവവും നീയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. എപ്പോഴും ദൈവമക്കൾ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, ഞങ്ങൾ പൊടിയാ, കൃമിയാ, ഞങ്ങൾ ഇവിടെയാ, ദൈവം അവിടെയാ. അത് ഫെയ്ത്ത് റലമാണ്. അത് ഫെയ്ത്ത് റലമാണ്. നീയും ദൈവവും തമ്മിൽ എപ്പോഴും ഒരു അകലത്തില. എന്നിട്ട് നീ അലറുക, ദൈവമേ ഒന്ന് ഇറങ്ങി വരണമേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? ബ്രദറെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല, തെറ്റല്ല. പക്ഷെ പുതിയ നിയമത്തിൽ അത് പ്രാർത്ഥിക്കാനല്ല നിന്നെ ദൈവം ഗ്ലോറിയിലാക്കിയത്. പഴയ നിയമത്തിൽ മാക്സിമം അത്രേ ഉള്ളൂ റലം. ഹല്ലേലൂയ. അവരിൽ ദൈവം വന്ന് നിറയുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ടാണ് അത് പ്രാർത്ഥിച്ചത്. ദൈവവും അവരും തമ്മിൽ ഒരു വലിയ ഡിസ്റ്റൻസ് ഉണ്ട്. അവർ ഭക്തന്മാരാണ്, ദൈവം അവരുടെ യജമാനനാണ്, ഭക്തനും യജമാനനും. പക്ഷെ പുതിയ നിയമത്തിൽ ഭക്തനും യജമാനും അല്ല, നീ അവനിൽ, അവൻ നിന്നിൽ. ഒന്ന് കണ്ടേ, നിങ്ങളുടെ കരം അവനിൽ, അവന്റെ കരം നിങ്ങളിൽ. ഓ, പിന്നെ ഈ കരം ആരുടെ കരമാ? ഈ കരത്തിൽ പിന്നെ ആമേൻ ആമേൻ ഹല്ലേലൂയ ഒരു പോരാട്ടം ഉണ്ടാകത്തില്ല, ഒരു ബന്ധനം ഉണ്ടാകത്തില്ല നിനക്ക്. ഹല്ലേലൂയ. നിന്റെ നാവ് യേശുവിൻ്റെ നാവിലേക്ക്, യേശുവിൻ്റെ നാവ് നിന്റെ നാവിൽ. ഹോ റാസല പ്രോഹോഷേ. ഇങ്ങനല്ലേ പത്രോസ് നടന്നത്? പത്രോസിന്റെ നിഴലിന് പോലും ഞാൻ പറയും, ഒറിജിനലി നോക്കിക്കഴിഞ്ഞാൽ, നാച്ചുറലി നോക്കിക്കഴിഞ്ഞാൽ എന്തുവാ പത്രോസിന്റെ നിഴലിൽ പോലും മീനാറ്റമാണ് ഉണ്ടാകേണ്ടത്. വാസ്തവത്തിൽ നോക്കിയാൽ പത്രോസിന്റെ നിഴലെ പോലും എന്തോ വ്യാപരിക്കേണ്ടിയേ? മീനാറ്റമാ വ്യാപരിക്കേണ്ടിയേ. ഹല്ലേലൂയ. ആ നിഴല് ആമേൻ യേശുവിലായപ്പോൾ, ഗ്ലോറി കണ്ടപ്പോൾ, ഹല്ലേലൂയ, ആ മറുരൂപമലയിൽ പത്രോസ് പറയുക, സ്ഥിരം ഉറങ്ങുന്ന പാർട്ടിയാ, പക്ഷെ ഗ്ലോറി കണ്ടപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങളുടെ മീറ്റിങ്ങിൽ സ്ഥിരം കേൾക്കുന്ന ഒരു പദമുണ്ട്, ബ്രദറെ ഈ മീറ്റിംഗ് നിർത്തിയില്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. എന്നോട്ടാണെന്നറിയാമോ ഈ പദം ഞാൻ കേൾക്കാൻ തുടങ്ങിയത്? ഞാൻ ഗ്ലോറി പ്രവേശിച്ചിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട്. അതിനു മുൻപ് ആളുകൾ പറയും, എങ്ങനെയും നീ മീറ്റിംഗ് നിന്നാ മതിയായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഗ്ലോറി കയറി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ, ആളുകളിലേക്ക് ആ ഗ്ലോറി വൈബ്രേഷൻ അടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആളുകൾ പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഓ, നമുക്കൊരു 3 കൂടാരം അങ്ങ് അടിച്ചാലോ. ഹല്ലേലൂയ. ഞാൻ പ്രവചിക്കട്ടെ, ഈ ഗ്ലോറി റലം മെസ്സേജുകൾ നിങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ നീയും ദൈവവുമായിട്ടുള്ള അരമണിക്കൂർ ബന്ധം പൊളിയും. ഹല്ലേലൂയ. സീരിയലിന് മുമ്പുള്ള അരമണിക്കൂർ അല്ല, പിന്നെ നീ ഇരുന്നാൽ, ദൈവവുമായിട്ട് ഇരുന്നാൽ എത്ര സമയമെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരാഴമേറിയ ബന്ധം എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ഈ ഗ്ലോറി റലത്തിൽ തുറക്കും. ഈ ഗ്ലോറി റലത്തിൽ നിങ്ങളൊരു ഭക്തനായിരിക്കാൻ താല്പര്യപ്പെടരുത്, നിങ്ങൾ അവനിലാകാൻ താല്പര്യപ്പെടണം, നിങ്ങൾ അവൻ്റെ മകനാകാൻ താല്പര്യപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഞങ്ങൾക്ക് അവനിലൊന്നാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഗ്ലോറിക്കകത്ത് എനിക്കൊന്ന് വസിക്കണം. പഴയ നിയമത്തിലും ചിലരെ ദൈവം ആ ഗ്ലോറി കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഗ്ലോറി, ആമേൻ,
പുതിയ നിയമത്തിൻ്റെ അത്രയും വരികയില്ല എങ്കിലും, അങ്ങനെയാണല്ലോ 2 കൊരിന്ത്യർ 3 പറയുന്നത്. പഴയ നിയമത്തിൻ്റെ ഗ്ലോറി പുതിയ നിയമം വെച്ച് നോക്കിയാൽ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. ആമേൻ. എങ്കിലും ആ പഴയ നിയമത്തിൻ്റെ ഗ്ലോറിയിലേക്ക് പ്രവേശിപ്പിച്ച ചിലരെക്കുറിച്ച് ഞാനൊന്ന് വായിക്കാം. ആമേൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് മോശ. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം അതിൻ്റെ 24 അധ്യായം അതിൻ്റെ 1 വാക്യം തൊട്ട് ഞാനൊന്ന് വായിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 24 അധ്യായം അതിൻ്റെ 1 വാക്യം തൊട്ട്. Then the Lord said to Moses, "Come up to the Lord, you and Aaron, Nadab and Abihu, and 70 of the elders of Israel. You are to worship at a distance, but Moses alone is to approach the Lord. The others must not come near, and the people may not come up with him." ഇവിടെയും 3 തട്ടുകൾ നമുക്ക് കാണാം. ഒന്ന് മോശ, ഓക്കെ, ഒരു തട്ട്. രണ്ടാമത്തെ തട്ട് അഹരോൻ, നാദാബ്, അബീഹു, പിന്നെ 70 എൽഡേഴ്സ്. മൂന്നാമത്തെ തട്ട് ജനങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളത് ശ്രദ്ധിച്ചു പഠിച്ചാൽ 3 തട്ടിൽ ആരാധിക്കാനാണ് ദൈവം പറയുന്നത്. എന്ന് പറഞ്ഞാൽ മോശ മാത്രം എൻ്റെ അടുക്ക വരട്ടെ, ബാക്കി നാദാബും അബീഹുവും 70 പേരും അടുത്ത ഡിസ്റ്റൻസിൽ നിൽക്കട്ടെ. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുക, യു ആർ ടു വേർഷിപ്പ് അറ്റ് എ ഡിസ്റ്റൻസ്. ഹല്ലേലൂയ. അടുത്ത് എഴുതിയിരിക്കുക, ജനങ്ങളാണെങ്കിൽ ഈ ഏരിയ പോലും വരരുത്. 3 തട്ട്. ഹല്ലേലൂയ. ഫെയ്ത്ത് റലം, അനോയിന്റിംഗ് റലം, ഗ്ലോറി റലം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഗ്ലോറിയാ കേട്ടോ. പഴയ നിയമത്തിൽ ഒരു അംശം ഗ്ലോറി വ്യാപരിച്ചു. അതിനെ അക്സസ് ചെയ്ത മനുഷ്യനാണ് മോശ. അതുകൊണ്ടാണ് മോശ ഗ്ലോറിക്കകത്തിരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ തേജസ് കണ്ട് ആൾക്കാർക്ക് അതിൻ്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾ അതൊന്നുകൂടെ ഒന്ന് വായിച്ച് ശ്രദ്ധിച്ച്. Then the Lord said to Moses, "Come up to the Lord, you and Aaron, Nadab and Abihu, and 70 of the elders of Israel. You are to worship at a distance, but Moses alone is to approach the Lord. The others must not come near, and the people may not come up with him." ആമേൻ. മോശ മാത്രം എൻ്റെ അടുക്ക വരട്ടെ. ആമേൻ. പുരോഹിതന്മാർ കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ നിൽക്കട്ടെ. ആമേൻ. ജനങ്ങൾ അതിൻ്റെ പുറകിൽ താഴെ നിൽക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എവിടാ നിൽക്കേണ്ടത്? പഴയ നിയമത്തിൽ ഇത് ദൈവം കൊടുത്ത ഓർഡറാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ഇങ്ങനൊരു ഓർഡർ ഇല്ല. ഹല്ലേലൂയ. ആർക്കും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്തു വരാം. തൽക്ഷണം കൃപ പ്രാപിപ്പാനും ദൈവത്തിൻ്റെ ദയ പ്രാപിപ്പാനും ആർക്കും കൃപാസനത്തിന് നേരെ അടുത്തു വരാം എന്ന് എബ്രായർ 4 എഴുതി. പഴയ നിയമത്തിൽ അത് സാധ്യമല്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഇന്ന് നീയും ദൈവവും തമ്മിലുള്ള അകലത്തിൻ്റെ കാര്യം മറ്റാരുമല്ല, നീ തന്നെയാണ്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. ദൈവം തന്നെ അതിന് ചില ഓർഡറുകളെ നിയമിച്ചു. ഹല്ലേലൂയ. മോശ ശ്രേഷ്ഠമായ അഭിഷിക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തനിക്ക് ദൈവത്തിൽ വന്നിരിക്കാനായിട്ട് അനുവാദം ലഭിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മലയിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആയിരിക്കാൻ ഞാൻ ചിന്തിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. ആമേൻ, ആമേൻ. സീനായ് പർവ്വതത്തെ ഒരു ക്ലൗഡ് കൊണ്ട് കവർ ചെയ്തു, അല്ലേ? 24:15 തൊട്ട് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, when Moses went upon the mountain, the cloud covered it. ഹല്ലേലൂയ. മറുരൂപ മലയിൽ വെളിപ്പെട്ട അതേ മഹത്വത്തിൻ്റെ മേഘത്തിൽ ആർക്കിരിക്കാൻ പറ്റി? മോശയ്ക്ക് ഇരിക്കാൻ പറ്റി. ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 18 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവിടെ 40 ദിവസവും 40 രാവും പകലും, ആമേൻ, ഒന്നും കഴിക്കാതെ മോശ കയറിയിരുന്നു. ഞാൻ പ്രവചിക്കട്ടെ, ചിലർ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഗ്ലോറി പ്രവേശിച്ചാൽ കഴിക്കാൻ മറന്നുപോകും. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന ഉപവാസം എന്തോന്നറിയോ? കഴിക്കാൻ മറന്നു പോകുന്ന ഉപവാസം. ഹല്ലേലൂയ. ഞാൻ മനഃപൂർവ്വം ഇരുന്ന് ഉപവസിക്കാറില്ല, പക്ഷെ ചിലപ്പോൾ ഇരിക്കുമ്പം കഴിക്കാൻ മറന്നു പോകാറുണ്ട്. അതാണ് ഉപവാസം. ഹല്ലേലൂയ. കഴിക്കാൻ മറന്നു പോകുന്ന ഒരു ഉപവാസം. ഹല്ലേലൂയ. ഗ്ലോറിയെ ആസ്വദിച്ച് 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 ഇരിക്കുന്ന ഒരു തലം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ആ തലത്തിലേക്കാണ് കയറേണ്ടത്? അങ്ങനെ കയറിയിട്ട് ഇറങ്ങി വരുന്ന മോശയുടെ മുഖത്ത് ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ അംശം വ്യാപരിക്കുകയാണ്. ദൈവത്തിൻ്റെ ബ്യൂട്ടി നിന്നിലേക്ക് വരുന്ന തലമാണ് ഗ്ലോറി.
പിന്നെ ആളുകൾ നിന്നെ അല്ല കാണുന്നത്, നിന്റെ മുഖത്ത് നോക്കിയാൽ ദൈവത്തെ കാണാൻ പറ്റും. മോശയുടെ മുഖത്ത് അന്ന് വരെ അവർക്ക് നോക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഗ്ലോറിക്കകത്ത് ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ അംശം ഇപ്പോൾ അവനിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം അവരെ തേജസ്സും ബഹുമാനവും കൊണ്ട് അണിയിച്ചിരുന്നു എന്ന്. ഹല്ലേലൂയ. അങ്ങനെ തേജസ്സിനാൽ ബഹുമാനത്താൽ അണിഞ്ഞവരായി, ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് മൂടപ്പെട്ടവരായി നടക്കുവാനാണ് നിങ്ങളുടെ വിളി. അല്ലാതെ നിങ്ങൾ ഇവിടെ ദൈവം ആകാശത്ത്, ദൈവം മലയുടെ മണ്ടയ്ക്ക് അല്ല. നിങ്ങൾ അവനിൽ, അവൻ നിങ്ങളിൽ. നിങ്ങൾ നടന്നാൽ അവൻ നടക്കും, അവൻ നടന്നാൽ നിങ്ങൾ നടക്കും. പഴയ നിയമത്തിൽ 2 കൊരിന്ത്യർ 3 പറയുകയാണ്, ഇത് അല്പനേരത്തേക്കേ നിന്നുള്ളൂ. പഴയ നിയമം ആയതുകൊണ്ട്. കാരണം ഇത് മുഖത്താണ് വരുന്നത്, പുറത്താണ് വരുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനല്ല എന്ന് എടുത്തെഴുതി. 2 കൊരിന്ത്യർ 3 ലാസ്റ്റ് വാക്യം, 18 വാക്യം, അവിടെ എഴുതിയിരിക്കുകയാണ്, പുതിയ നിയമത്തിൽ ഇത് തേജസ്സിന്മേൽ തേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പഴയ നിയമത്തിൻ്റെ തേജസ് താൽക്കാലിക തേജസ്, അല്പനേരത്തേക്കുള്ള തേജസ്. അതിൽ തന്നെ ആളുകൾ ദൈവത്തെ കണ്ടു. മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ കാണണം. സാറ കാറ്റാല. എത്ര പേര് വിശ്വസിക്കുന്നു മനുഷ്യന്റെ മുഖത്ത് ദൈവത്തെ കാണണം? ഒരു അഭിഷിക്തനെ നോക്കിയാൽ നിനക്ക് യേശുവിനെ കാണാൻ പറ്റണം. നിന്നെ നോക്കിയിട്ട് ആളുകൾ പറയണം, ഇവനിൽ യേശു ഉണ്ട്. നമ്മളെല്ലാവരും ദൈവത്തെ മുകളിലോട്ട് നോക്കി കാണിച്ചു കൊടുക്കാൻ നിൽക്കുക. നോ, നിന്നിൽ യേശുവിനെ കാണണം. നിന്റെ മുഖത്ത് യേശുവിന്റെ ഗ്ലോറി വ്യാപരിച്ചാൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞാ തീരത്തില്ല. അതുകൊണ്ട് എനിക്ക് 1/2 മണിക്കൂർ സമയം ഒന്നും പോരാ. വാസ്തവത്തിൽ ഒരു 3-5 മണിക്കൂർ പറയാനുള്ള സാധനങ്ങളുണ്ട്. അത് ഓരോ എപ്പിസോഡിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നാദാബിൻ്റെയും അബീഹൂവിൻ്റെയും അനോയിൻറ്റിങ് റലത്തിൽ നിൽക്കരുത്. താഴെ പുരുഷാരത്തിൻ്റെ കൂട്ടത്തിലും പോയി നിൽക്കരുത്. നിങ്ങൾ നേരെ മോശയെ പോലെ മല കയറാൻ റെഡി ആയിക്കോ. നേരെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പോലെ ആ മല കയറാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളുടെ മുകളിൽ ഇന്ന് ഗ്ലോറി ഇറങ്ങാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും. കണ്ണടച്ചേ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഞാൻ ഈ പ്രിയ ജനത്തെ ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു അപ്പാ. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ പോലെ, മോശയെ പോലെ, ആമേൻ, ഹല്ലേലൂയ, കർത്താവിലാകുന്ന ഒരു അനുഭവം ഇപ്പോൾ ഇവരുടെ മേൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വീകരിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. റാബ സെറ്റ ലാക്രോ കോലോ ടേറെ സെറ്റിയ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങനൊരു അനുഭവത്തെ ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. റസി കലാബ്രഹോഷിയ. ഒരു ഡിസ്റ്റൻസും ഇവരും ദൈവവുമായിട്ട് ഇനി ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവർ മലയുടെ താഴെയല്ല, മലയുടെ മുകളിൽ ദൈവത്തിലാണ് ഇവർ. യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ. കർത്താവേ, അങ്ങനൊരു മഹത്വത്തിൻ്റെ തലം റാസിക്കാല ഇവരുടെ മുകളിൽ തുറന്നാൽ ഇവർ റോഡിൽ കൂടെ നടക്കുമ്പോൾ യേശു നടക്കുന്നത് പോലെ ഇവരുടെ നിഴലിന് പോലും വിലയുണ്ടാകും. എപ്പോൾ? ഗ്ലോറി നിങ്ങളിൽ വ്യാപരിച്ചാൽ. ഹല്ലേലൂയ. കർത്താവേ, ആ ഡീപ്പർ ഇൻറ്റിമസിയിലേക്ക്, ആ ഡീപ്പർ ഗ്ലോറി ലൈഫിലേക്ക് കർത്താവേ ഈ പ്രിയ ജനത്തെ കർത്താവേ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. ഇവരും ദൈവവുമായിട്ടുള്ള ഡിസ്റ്റൻസുകൾ ഇപ്പോൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഇവരും ദൈവവുമായിട്ട് ഒരു ഡിസ്റ്റൻസും ഇല്ല. ഇവർ താഴെ, ദൈവം മലയുടെ മുകളിലല്ല. ഇവർ ദൈവത്തിലാണ്. ദൈവം ഇവരിലാണ്. അത്രയും എക്സ്ട്രീം ഇൻറ്റിമസിയിലേക്ക് കടന്നു വരുവാൻ ഈ പ്രിയ ജനത്തെ ഇപ്പോൾ ബലപ്പെടുത്തട്ടെ. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.